വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം ലൂക്ക 10:25 മുതലുള്ള വാക്യങ്ങൾ. നല്ല സമരിയക്കാരൻ്റെ ഉപമ. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരോ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും. ദൈവത്തെ സ്നേഹിക്കണം, അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അപ്പോൾ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? ആരാണ് യഥാർത്ഥത്തിൽ അയൽക്കാരൻ? അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരാൾ യാത്ര പുറപ്പെട്ട് വഴിയിലൂടെ പോകുമ്പോൾ കള്ളന്മാരാൽ പ്രഹരിക്കപ്പെട്ട് വഴിയിൽ കിടക്കുന്ന ഒരു അപരിചിതനെ കാണുകയാണ്. അപ്പോൾ പലരും ആ വഴിക്ക് കടന്നുപോയി. അവരാരും പുള്ളിനെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഈ ഒരാൾ അതിൽ പോയി കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഇയാളുടെ കിടപ്പ് കണ്ടിട്ട് അനുകമ്പ തോന്നുകയും അയാളെടുത്ത് അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോവുകയും പുള്ളിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അതിൻ്റെ ചെലവ് ഏറ്റെടുക്കുകയും എല്ലാം ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് കർത്താവ് ചോദിക്കുന്ന ചോദ്യം, ആരാണ് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. അപ്പോൾ എല്ലാവരോടും കരുണ കാണിച്ച് കരുണയോടുകൂടിയുള്ള ഒരു ജീവിതം ജീവിക്കാനാണ് കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങൾ: പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക. അതുപോലെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അതിൻ്റെ അർത്ഥം എല്ലാവരോടും കരുണയോടും അനുകമ്പയോടും കൂടെ വർത്തിക്കുക, പെരുമാറുക, സഹായിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.